നമസ്കാരം. മീഡിയ വണ്ണിലെ മൗദൂദി ദാവൂദിനും അജിംസിനും ഈ ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി ഒന്ന് പിണറായി വിജയന്റെ വാഹനത്തിൽ കയറി എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ മുസ്ലിം മതവിരോധമുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ല എന്നായിരുന്നു പടച്ചുവിട്ടത്. അജിംസ്, പിണറായിയുടെ മുസ്ലിം വിരോധം കണ്ടു? അജിംസ് കണ്ടില്ലേ? വെള്ളാപ്പള്ളിയെ വാഹനത്തിൽ കെട്ടി. പിണറായിയുടെ ഉള്ളിൽ നിറച്ച് മുസ്ലിം വിരുദ്ധതയുണ്ട് എന്നതിന്റെ തെളിവാണ്. ഇപ്പൊ എന്ത് വേണം? അതേ വെള്ളാപ്പള്ളിയുടെ മുന്നിൽ അതേ അജിംസും ദാവൂദും ഏറ്റവും നല്ല മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്നേഹമുള്ള വ്യക്തിയാണ് നമ്മുടെ പുതിയ സതീശ മേനോൻ. മേനോൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം കൂടി ഒരുമിച്ച് പിന്നെ ഈ നാട്ടിൽ സുന്ദര സുരഭില കാലമാണ്. ആ സുന്ദര സുരഭില കാലത്തിൽ നിന്നുള്ള രണ്ട് കാഴ്ചയാണ്. ഇന്നിപ്പോ വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് നേരെ ബിന്ദു കൃഷ്ണ പോയി എന്നെ അനുഗ്രഹിക്കണം എൻ്റെ പള്ളി എന്ന രീതിയിൽ ചെന്ന് തൊഴുത് സാഷ്ടാംഗം വീണതിൻ്റെ ദൃശ്യമാണ്. വച്ച നാവ് മീഡിയ വണ്ണിൽ ഒരുത്തനും എടുത്തിട്ടില്ല. ഇനി ഇത് കണ്ട ഭാവം ഇല്ലേ എന്നാണ്. അജിംസ്, എന്ത് കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് ദാവൂദ് ഇന്ന് ചോദിക്കുമെന്ന് നമ്മൾ കരുതുകയാണ്. അതിന് തൊട്ടടുത്ത് മറ്റൊരു ദൃശ്യം. വെള്ളാപ്പള്ളി പോകുന്നതിന് പകരമായിട്ട് വെള്ളാപ്പള്ളിയുടെ മകൻ തന്നെ വലിയ ബൊക്കയുമായിട്ടൊക്കെ സതീശ മേനോൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ദൃശ്യം വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക. കഴിഞ്ഞ 10 വർഷം NDAയുടെ ഭാഗമായിട്ട് നിന്ന തുഷാർ വെള്ളാപ്പള്ളി പിണറായി വിജയനെ കാണാനായിട്ട് ഇത്രയും വലിയ ബൊക്കയുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ പുതിയ സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് NDAയുടെ ഭാഗമായി നിൽക്കുന്ന ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചവർക്ക് എത്ര സന്തുഷ്ടമായിട്ടാണ് കടന്നു വരാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ വരെ മത്സരിച്ച NDA സ്ഥാനാർത്ഥി ആ നിലയ്ക്ക് വരുമ്പോൾ എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹവും അവർ തമ്മിലുള്ള ഇഴയടുപ്പും ഒക്കെ കണ്ടതിന് ശേഷം മൗദൂദികളുടെ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം എന്താണ്? സതീശ മേനോന്റെയൊക്കെ വാക്കിൽ ഈ വാക്കുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിദഗ്ധമായിട്ട് പറഞ്ഞു പറ്റിക്കാനുള്ള ശേഷി അത് നല്ലപോലെ അനുഗ്രഹീതമായി കിട്ടിയിട്ടുണ്ട്. എന്ത് നെഗറ്റീവ് സാധനത്തെയും നമ്മൾ സംസാരിച്ച് പോസിറ്റീവ് ആക്കണമല്ലോ, അതൊരു മണി ചെയിൻ തന്ത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സ്നേഹ സംഭാഷണം ഇന്ന് അരങ്ങേറിയത്. ഒരു വിധത്തിലൊന്നും ഒഴിക്കില്ലേ ഓലേക്ക് പോയിരുന്നു. സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ റോഡൊന്നും നോക്കിയാണ് പോയിട്ട് അദ്ദേഹം തിരിച്ച് കണ്ടുകൊണ്ട് പോകും. ഞാൻ തിരിച്ച് തിരുവനന്തപുരം. ഇത് പിണറായി വിജയന്റെ വീട്ടിലാണ് വന്നിരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മൗദൂദികളുടെ എല്ലാം കൂടി കുരു പൊട്ടി മുസ്ലിം വിരുദ്ധതയിലേക്ക് അവർ ആളിപ്പടരുന്നത് കാണാമായിരുന്നു. ഇത് സതീശ മേനോൻ ആയതുകൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല. കാര്യം നമ്മളാണല്ലോ സതീശ മേനോൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത്. സതീശ മേനോൻ ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഒന്ന് ശബ്ദിച്ചാൽ പോലും നടപടിയെടുക്കുന്ന സാഹചര്യം വന്നിട്ടും മൗദൂദികൾക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വിമർശിച്ച ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തു. മൗദൂദികൾക്ക് അനക്കവുമില്ല, ആവിയുമില്ല. എന്തൊരു ദാസ്യപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ കഥകൾ മെനഞ്ഞ് വിട്ടുകൊടുക്കാമായിരുന്നു. പുതിയ പുതിയ വർഗീയതകൾ പടച്ചങ്ങ് എറിഞ്ഞു കൊടുക്കാമായിരുന്നു. ഇതാകുമ്പോൾ ചത്ത കണക്ക് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചില വർഗീയ വിഷങ്ങളുടെ ഇരട്ടത്താപ്പ് നോക്കണേ. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ അദ്ദേഹം പിൻവലിച്ചിട്ടില്ല. UDFന്റെ മന്ത്രിമാർ വരെ പോയി കാണുന്നു. അടൂർ പ്രകാശ് വേദി പങ്കിടുന്നു. പല നേതാക്കന്മാരും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്നു, കെട്ടിപ്പുണരുന്നു. ഒരു പ്രശ്നവുമില്ല. പിണറായിയോടൊപ്പം പോയോ? അത് പ്രശ്നമാണ്. ഇതാണ് ഈ നാട് മനസ്സിലാക്കേണ്ട 2 തരം നിലപാട്. ഒരു മതവിഭാഗക്കാരുടെ ആലോചനയില്ലായ്മ, മതം എന്നത് വലിയ വികാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികാരം ഉണർത്തി വിടുക. അതിനപ്പുറത്തേക്ക് ആ പറയുന്ന വാചകങ്ങളിലോ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ പിന്തുണയോടുകൂടി മത്സരിച്ചവരാരെങ്കിലും ഇന്നലകളിൽ പറഞ്ഞ ഈ വാചകങ്ങളെ മറികടന്ന് ഈ പ്രവൃത്തി ചെയ്യുമായിരുന്നോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നേരത്തെ പറയും പോലെ എല്ലില്ലാത്ത ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ നാട്ടിലെ മതവികാരക്കാരെ എല്ലാം ഒന്ന് പറ്റിക്കാൻ. നല്ല അന്തസ്സായിട്ട് എണീറ്റ് നിന്ന് 2 പഞ്ച് ഡയലോഗ് അടിച്ചാൽ മതി. പ്രവർത്തിക്കണ്ട. അവര് കണ്ടിട്ട് പഞ്ചപുച്ഛമടക്കി ഇരുന്നോളും. വരും കാലങ്ങളിൽ ഇതിന്റെ പരിണിത ഫലം അനുഭവിച്ചോളൂ. അന്ന് നിലവിളി ഉയരുമ്പോൾ ഇവിടെ ഇടതുപക്ഷം ഇല്ലേ എന്നൊരു ചോദ്യം മാത്രം ആരും ചോദിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.